വീട്ടിൽ എയർ കണ്ടീഷണർ ഉണ്ടെന്ന കാരണത്താൽ മാത്രം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നിഷേധിക്കുന്നത് നീതിയുക്തമല്ലെന്ന് കൌൺസിലർ സി വൈശാഖ് അഭിപ്രായപ്പെട്ടു. നിലവിലെ കടുത്ത ചൂടും കാലാവസ്ഥാ വ്യതിയാനവും കണക്കിലെടുക്കുമ്പോൾ AC ഇനി ആഡംബരത്തിന്റെ പ്രതീകമല്ലെന്നും പ്രത്യേകിച്ച് പ്രായമായവർക്കും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കും അത് ഒരു അനിവാര്യ സൗകര്യമായി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് വേനൽച്ചൂട് വർഷം തോറും രൂക്ഷമാവുകയാണ്. ഉയർന്ന താപനില പ്രായമായവരുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം പോലും പലരും വീടുകളിൽ AC സ്ഥാപിക്കേണ്ടി വരുന്നു. അത്തരമൊരു സാഹചര്യം അവഗണിച്ച് AC ഉള്ളതിന്റെ പേരിൽ മാത്രം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നിഷേധിക്കുന്നത് മാനുഷിക സമീപനത്തിന് വിരുദ്ധമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിരവധി കുടുംബങ്ങൾ കടം വാങ്ങിയോ മക്കളുടെയോ ബന്ധുക്കളുടെയോ സഹായത്താലോ AC വാങ്ങിയിട്ടുണ്ടാകാം. അതുകൊണ്ട് മാത്രം അവർ സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളവരാണെന്ന് വിലയിരുത്തുന്നത് തെറ്റായ സമീപനമാണെന്നും സി വൈശാഖ് പറഞ്ഞു. ഈ ചൂടിനെ അതിജീവിക്കാൻ വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവർ വീടിനകത്ത് ഒരു ചൂടിനെ അതിജീവിക്കുവാൻ ലക്ഷ്യത്തോടു കൂടി AC സ്ഥാപിക്കുന്നുണ്ട്. അതുതന്നെ നമുക്കറിയാം, നമ്മുടെ നാട്ടിനകത്ത് പലരും ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരാണ്. അവർ EMI വഴിയാണ് പലരും AC സ്ഥാപിക്കുന്നത്. എന്നാൽ ആ AC സ്ഥാപിച്ചതിൻ്റെ ഭാഗമായി അർഹതപ്പെട്ട പല കുടുംബത്തിലെ ആൾക്കാരുടെയും പെൻഷൻ നിഷേധിക്കപ്പെടുകയാണ്. അതിലൊരു മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാണ്. നിലവിൽ ഗവൺമെൻറ് താഴേക്ക് കൊടുത്തിട്ടുള്ള ചട്ടത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട്, ഈ മാനദണ്ഡത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഈ AC ഉള്ളത് കാരണം പെൻഷൻ നിഷേധിക്കപ്പെടുന്നത് മാറ്റി നിർത്തിക്കൊണ്ട് അർഹതപ്പെട്ട മുഴുവൻ ആൾക്കും പെൻഷൻ ലഭിക്കാനുള്ള തരത്തിലുള്ള ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവണമെന്നില്ലെന്ന് പറയാനുള്ളത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ കാലോചിതമായി പുനഃപരിശോധിക്കണമെന്നും വയോജനങ്ങളുടെ ആരോഗ്യപരമായ ആവശ്യങ്ങളും നിലവിലെ കാലാവസ്ഥാ സാഹചര്യങ്ങളും പരിഗണിച്ച് അർഹരായ ഒരാൾക്കും പെൻഷൻ നിഷേധിക്കപ്പെടാത്ത വിധം സർക്കാർ നടപടിയുണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ ലക്ഷ്യം അർഹമായവരെ സംരക്ഷിക്കലാണ്. അതിനാൽ വീടുകളിൽ AC ഉണ്ടെന്ന ഒറ്റ മാനദണ്ഡം അടിസ്ഥാനമാക്കി പെൻഷൻ നിഷേധിക്കുന്ന നടപടികൾ പുനഃപരിശോധിക്കണമെന്നും കൌൺസിലർ സി വൈശാഖ് ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.